അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗയാത്ര ഇന്നലെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 6-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്നുമാണ് ഈ യാത്ര തുടങ്ങിയത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളും കവർ ചെയ്ത് ഇന്നലെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ പമ്പിച്ച റാലിയോടുകൂടി മഹാസമ്മേളനത്തോടു കൂടിയാണ് പുതുയുഗയാത്രയ്ക്ക് സമാപനം കുറിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ മുൻ MP, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. UDF-നെ സംബന്ധിച്ച് പുതിയൊരു ഉണർവ് നൽകുന്ന, ആവേശം നൽകുന്ന ഒരു ജാഥയായിരുന്നു പുതുയുഗയാത്ര. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പുതു യുഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതു കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് നിരവധി രാഷ്ട്രീയ ജാഥകളും യാത്രകളും എല്ലാം തന്നെ കാണാറുണ്ട്. അതിൽ നിന്നുമൊക്കെ തന്നെ വിഭിന്നമായിട്ട് വെറും രാഷ്ട്രീയം മാത്രം പറയാതെ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ UDF-ന് എന്താണ് കേരളത്തിന് ബദലായിട്ട് നൽകാനുള്ളത്, എന്താണ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ കേരളത്തിന് വേണ്ടി ചെയ്യാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചു മുടിച്ചിരിക്കുന്ന കേരളത്തെ എങ്ങനെയാണ് തങ്ങൾ പുനരുദ്ധരിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ജാഥ, ഈ 30 ദിവസത്തോളം നീണ്ട ജാഥ നടന്നത്. അതിന്റെ ഒരു സമാപനമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇന്നലത്തെ ആ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചത്. അവർക്കെല്ലാം തന്നെ വലിയ ആവേശം തീർക്കുന്ന ഒന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ അണികൾക്ക്, പ്രവർത്തകർക്ക് ആവേശം തീർക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. കേരളത്തിലെ വിവിധ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന, അവരെ ചേർത്തു പിടിക്കുന്ന ഏതാണ്ട് 5 പരിപാടികൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 5 ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി ഇന്നലത്തെ മഹാസമ്മേളനത്തിലെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തിയത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്, കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കും എന്നതാണ്. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ധനസഹായം കൊടുക്കും എന്നുമുള്ള പ്രഖ്യാപനമാണ് ഒന്നാമത്തേത്. അത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതിനെ സ്ത്രീകൾ ഒന്നടങ്കം 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും പറയുന്നത് ഇത് വളരെ നേരത്തെ തന്നെ കേരളത്തിൽ നടപ്പാക്കേണ്ടതായിരുന്നു. നമുക്കറിയാം, മുൻപ് കർണാടകയിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപായിട്ട് സമാനമായ രീതിയിൽ കോൺഗ്രസ് ഇത്തരത്തിൽ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ തന്നെ വെറും പ്രഖ്യാപനമായി അവിടെ അവശേഷിപ്പിക്കുകയല്ല കോൺഗ്രസ് ചെയ്തത്. ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ ഓരോന്നായിട്ട് അധികാരത്തിലെത്തിയതുകൊണ്ട് 3 മാസങ്ങൾക്കകം തന്നെ നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കർണാടകയിലും തെലുങ്കാനയിലും മുഖ്യമന്ത്രി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അധികാരത്തിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുകയും അതാത് ഫയലുകളിൽ ഒപ്പുവെക്കുകയും ചെയ്ത എല്ലായിടത്തും തന്നെ 3 സംസ്ഥാനങ്ങളിലും ആ ഗ്യാരണ്ടികൾ ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ ലഭിക്കുകയും ജനങ്ങൾ ഒന്നടക്കം അതിനെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ 3 സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഗ്യാരണ്ടികൾ അവിടെ പ്രഖ്യാപിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ വലിയ രീതിയിൽ ഗുണകരമായി മാറുകയും ചെയ്തു. വലിയ വിജയങ്ങൾ ഈ 3 സംസ്ഥാനങ്ങളിലും മികച്ച വിജയങ്ങൾ നേടാൻ കോൺഗ്രസിനെ സഹായിച്ചത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു. അതിന്റെ ഒരു തനിയാവർത്തനം എന്നുള്ള നിലയിലാണ് കേരളത്തിലും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF-ന് കൂടുതൽ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒന്നാമത്തെ വളരെ നിർണായകമായ പ്രഖ്യാപനം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ആ സ്ത്രീ സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ആരായുമ്പോൾ അവർ വലിയ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ നേരത്തെ തന്നെ ഇത് കേരളത്തിൽ നടപ്പാക്കേണ്ടതായിരുന്നു എന്ന് പലരും പറയുന്നു. ഒപ്പം തന്നെ പലരും പറയുന്നത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയൊരു ഗുണമാകും, നല്ലൊരു തുക ഈ ഇനത്തിൽ തങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും, അല്ലെങ്കിൽ ലാഭിക്കാൻ കഴിയുമെന്ന് സ്ത്രീകൾ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ
സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഗ്യാരണ്ടി അത് വലിയ രീതിയിൽ ബമ്പർ ഹിറ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത രണ്ടാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നതാണ്. നിലവിൽ അത് 2000 രൂപയാണ്. അതെങ്ങനെയാണ് 2000-ലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവർ പറഞ്ഞത് 2500 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നാണ്. എന്നിട്ട് ഈ പറയുന്ന കഴിഞ്ഞ 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഈ ക്ഷേമ പെൻഷൻ 1600 രൂപ മാത്രമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാം, രാഷ്ട്രീയ ലാഭമുണ്ടാക്കാം എന്ന് കരുതിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ 1600-ൽ നിന്നും 2000-ലേക്ക് ആക്കിയത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ CPM-ന്റെ മുൻ മന്ത്രിയും പ്രമുഖ നേതാവുമായിട്ടുള്ള MM മണി പറഞ്ഞത് ഞങ്ങളുടെ കാശ് മേടിച്ച് തിന്നിട്ട് ഞങ്ങൾക്കെതിരെ കുത്തി എന്നുള്ള പിറപ്പുകേട് കാട്ടി എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനം എന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് നൽകിയതായിരുന്നില്ല ആ 400 രൂപയുടെ വർധനവ് എന്നുള്ളത് ആ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. എന്തായാലും 2000 രൂപ 2500-ലേക്ക് എത്തിക്കുമെന്നാണ് LDF പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു ഗിമ്മിക്ക് എന്നുള്ള നിലയിൽ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ, വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനവും ആ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ വയോജനങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വയോജനങ്ങൾ, പ്രായമായവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പല വീടുകളിലും മക്കളുമാരും ഒക്കെ തന്നെ വയോജനങ്ങളെ കൈയൊഴിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കും എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകുന്നു. അതിലൂടെ വയോജനങ്ങളുടെ അന്തസ്സ്, അവരുടെ സുരക്ഷ എല്ലാം തന്നെ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം, അത് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. അത് കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ എക്കാലത്തെയും ജനകീയ നേതാവുമായിട്ടുള്ള സമുന്നത നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് എന്നതാണ് അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലായിരിക്കും ആ പദ്ധതി നടപ്പിലാക്കുക. ഓരോ കുടുംബത്തിനും, കേരളത്തിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന തരത്തിലാകും ആ പദ്ധതി നടപ്പിലാക്കുക. അതും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടുന്ന ഒരു പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് യുവ സംരംഭകരെ, യുവ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. യുവ സംരംഭകർക്ക് പലിശരഹിതമായിട്ട് 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു പദ്ധതി, അതും തങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്നത് പോലെ യുവാക്കളെ സംബന്ധിച്ച്, തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ആശ്വാസം നൽകുന്ന, അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ്. 5 ലക്ഷം രൂപ വരെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പലിശരഹിതമായിട്ടുള്ള വായ്പയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ വളരെ ജനകീയമായിട്ടുള്ള 5 പ്രഖ്യാപനങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനിയിലെ പുതിയ യാത്രയുടെ സമാപന വേദിയുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏതാണ്ട് എല്ലാ പദ്ധതികളും, ആ എല്ലാ പ്രഖ്യാപനങ്ങളും ഇതിനോടകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ തന്നെ നമുക്ക് മുന്നിൽ അതിന്റെ അനുഭവങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന് വലിയ രീതിയിൽ പിന്തുണ നൽകിയതാണ്, വലിയ രീതിയിൽ ഗുണം നൽകിയ ചില പദ്ധതികളാണ്. അത് കേരളത്തിലും നടപ്പിലാക്കുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത് സ്ത്രീകൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ത്രീ വോട്ടർമാരെ അത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. നമുക്കറിയാം കേരളത്തിൽ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓരോ മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരെ ഒന്നാകെ കയ്യിലെടുക്കുന്ന, അവരെ
അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് ഈ പറയുന്ന KSRTCയിലെ സൗജന്യ യാത്ര മാറിയിട്ടുണ്ട്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കൂടുതൽ ഒരു ഗുണം നൽകുന്ന ഒരു പദ്ധതിയായിട്ട് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല, ഈ വരുന്ന പ്രചരണ കാലത്ത് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകും കോൺഗ്രസ് പ്രചരണത്തിൽ ഉടനീളം ചൂണ്ടിക്കാട്ടുക. അതൊക്കെ തന്നെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ UDFന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നലെ സമാപന സമ്മേളനത്തിൽ ഈ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് UDF 100 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്തും. ടീം UDF എന്നതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രയോഗം. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസായിട്ടുള്ള പ്രയോഗമാണ്. ഒന്നായിട്ട് നിന്നുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 100-ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDFന്റെ എല്ലാ നേതാക്കളും തിങ്ങി നിറഞ്ഞ ഒരു വേദിയായിരുന്നു. ആവേശക്കടലായിട്ട് പുത്തരിക്കണ്ടം മൈതാനം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 2-3 മണിക്കൂറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അവിടെ എത്തിയ 10,000-കണക്കിന് പ്രവർത്തകർക്ക്, UDFന്റെ അണികൾക്ക് ആവേശം പകരുന്ന ഒരു കാഴ്ച, ഒരു ചടങ്ങായിട്ട് അത് മാറി. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തകരെല്ലാം തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ വരുന്ന നാളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളാണ്. പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തകരെല്ലാം തന്നെ കടക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ 5 പ്രഖ്യാപനങ്ങൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന, രാഷ്ട്രീയമായിട്ട് UDFന് മേൽക്കൈ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഇതിനോടകം തന്നെ ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ സ്വീകാര്യത നേടാൻ കഴിഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. അതിന്റെ ഗുണഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.